വേനൽ ചൂടിൽ വെന്തുരുകുകയാണ് കേരളം. പാലക്കാടും തൃശൂരും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണുള്ളത്. സംസ്ഥാനത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്താൻ നാളെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. പകൽ സമയത്തെ നിയന്ത്രണം, ചൂടിനെ നേരിടാനുള്ള നടപടികളൊക്കെ തന്നെയും ചർച്ചയാകും. മലപ്പുറത്ത് 5 പേർക്കും കോട്ടയത്ത് വൈക്കത്ത് വീട്ടമ്മയ്ക്കും ഇന്ന് സൂര്യാതപമേറ്റു. അതേസമയം പുറം ജോലിക്കാർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം തൊഴിലുടമകൾ പാലിക്കുന്നില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടിയും ഇന്ന് പ്രതികരിച്ചു. സംസ്ഥാനത്താകെ പൊള്ളുന്ന ചൂടാണ് അനുഭവപ്പെടുന്നത്. പാലക്കാടും തൃശൂരും നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. കേരളത്തിൽ ഞായറാഴ്ച വരെ താപനില കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസായി ഉയരും. തൃശൂർ, കോട്ടയം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ട്. ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യം വിലയിരുത്തുന്നതിനും ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നതിനുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരും. രാവിലെ 11 മണിക്ക് ഓൺലൈനായാണ് യോഗം ചേരുക. ബന്ധപ്പെട്ട മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. പൊള്ളുന്ന വേനൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലിടങ്ങളിൽ സമയ പുനഃക്രമീകരണം നടത്തിയിട്ടുണ്ട്. ഈ സമയക്രമം കൃത്യമായി പാലിക്കണമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് താപനില 41 ഡിഗ്രി സെൽഷ്യസായി തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്ന് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി മുന്നറിയിപ്പ് നൽകി. നിർദ്ദേശം വന്നതിന് ശേഷം ഒരുവിധം എല്ലാവരും തന്നെ അത് പാലിച്ചിട്ടുണ്ട്. അപ്പം ചില സ്ഥലങ്ങളിൽ പരീക്ഷ നടത്തുന്നതിന് വേണ്ടി പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതപ്പോൾ കൂളിംഗ് സൊല്യൂഷൻസ് വെച്ചിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മലപ്പുറത്ത് 5 പേർക്ക് കൂടി സൂര്യതാപമേറ്റു. ഒരാഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ 14 പേരാണ് സൂര്യതാപമേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. കോട്ടയം വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെ വീട്ടമ്മയ്ക്ക് സൂര്യതാപമേറ്റു. വൈക്കം സ്വദേശി വിജി ഇന്ദ്രപാലനാണ് സൂര്യതാപമേറ്റത്. മുഖത്തും കഴുത്തിലും കൈകളിലും പൊള്ളലേറ്റതോടെ വിജി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.